ഗുഡ് മോർണിംഗ്, വെൽക്കം ടു TFT. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഈ ദിവസങ്ങളിലെ എപ്പിസോഡ്സ് നിങ്ങൾ മാക്സിമം അത് ഷെയർ ചെയ്യും. എനിക്ക് ഇൻകത്തിന് വേണ്ടിയിട്ടല്ല കേട്ടോ, ദൈവവചനം അല്ലെ ദൈവത്തിൻ്റെ സാക്ഷ്യം അത് അനേകരിലേക്ക് ചെല്ലിട്ട്. പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾ ഒത്തിരി കഷ്ടത്തിൽ കൂടെ കടന്നുപോയി. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുപോലെ കഷ്ടത്തിലിരിക്കുന്നവരെ സമാധാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അനേകർക്ക് ആശ്വാസവും അനേകർ ധൈര്യപ്പെടും. എനിക്കങ്ങനെ ഒത്തിരി ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് വിശ്വാസത്തെക്കുറിച്ച് ഞാൻ ഒരു കാര്യം, ഇനി രണ്ടാമതൊരു കാര്യം കൂടെ പറയാം. നമ്മുടെ വിശ്വാസമല്ല, അല്ലെങ്കിൽ നമ്മൾക്ക് ലഭിച്ച വിശ്വാസമാണെന്നുള്ള തിരിച്ചറിയണം. നമ്മൾക്ക് ലഭിച്ച വിശ്വാസം എന്ന് പറയുമ്പം അതിന് വേറെ ഒരു ഡയമെൻഷൻ ഉണ്ട്. ഇപ്പോൾ റാന്നിയിൽ ഇവിടെ ഒരു വലിയ പാലമുണ്ട്, നിങ്ങൾക്കറിയാം. ഇവിടെ 2018 വെള്ളം പൊങ്ങിയപ്പോൾ പാലത്തെ കയറിയില്ല, പാലത്തെ ടച്ച് ചെയ്ത് വന്നതേ ഉള്ളൂ. ആ സമയത്തും പാലത്തിലെ ആൾക്കാർ ധൈര്യത്തോടെ നിൽപ്പുണ്ട്. എന്നാൽ ആ സമയത്ത് ഈ വലിയ പാലത്തിന് പകരം വെറും ഒരു തടി കൊണ്ടുള്ളൊരു പാലാണെന്ന് വിചാരിക്കും. ഒരു തെങ്ങും തടി, അല്ലെങ്കിൽ പണ്ട് എൻ്റെ അമ്മയുടെ സ്ഥലം വെളിയനാടാണ്, കുട്ടനാട്. അവിടെയൊക്കെ ഞങ്ങൾ ചെറിയ തോടുകളെല്ലാം കറക്കുന്നത് 2 തെങ്ങും തടി ഇങ്ങനെ, ചിലപ്പോൾ ഒരെണ്ണേ കാണത്തുള്ളൂ, സൈഡിൽ ചെറിയൊരു കമ്പിയും കൊണ്ട്. എന്തൊരു ബാലൻസ് ആയിട്ട് അറിയാം, അതേ പിടിച്ച് സർക്കസ് കളിച്ച് അപ്പുറത്തേക്ക്. അപ്പോൾ അതുപോലെ ഒരു തെങ്ങും തടി നീളത്തിൽ പമ്പാ നദിക്ക് കുറിയിട്ട് വെള്ളം തളിച്ച് അത് ടച്ച് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ ആരെങ്കിലും അത് കയറുന്നത് വെള്ളം കാണുന്നു? എന്താ കാണാതെ? എടാ, അതേ നമ്മൾ തന്നെയല്ലേ ഈ വലിയ പാലത്ത് നിന്ന് കാണുന്നത്. അപ്പോൾ എന്ത് ഈ പ്രശ്നം? നമ്മുടെ വിശ്വാസത്തിൻ്റെ കുഴപ്പമാണ്. നോ, നമ്മൾ ആശ്രയിക്കുന്ന ആ ഒരു സബ്സ്റ്റൻസ് ഉണ്ടല്ലോ, അതിലുള്ള നമ്മുടെ വിശ്വാസമല്ല. എനിക്കങ്ങനെ ഈ വലിയ പാലത്ത് നിൽക്കാമെന്നുണ്ടെങ്കിൽ എൻ്റെ വിശ്വാസത്തിൽ എനിക്ക് നല്ല ധൈര്യം. വലിയ പാലത്ത് നിൽക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെങ്ങും തടി ഇടുമ്പോൾ ഞാൻ കയറി നിൽക്കണം, കാരണം എൻ്റെ വിശ്വാസം അത്ര ഉറച്ചത്. അപ്പോൾ നമ്മൾ നിൽക്കാത്തതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തിലല്ല നമ്മൾ നിൽക്കുന്നത്, ആ സബ്സ്റ്റൻസ്, ആ ബ്രിഡ്ജിൻ്റെ ഉറപ്പ്. റാന്നി വലിയ പാലം ഒരു കോൺക്രീറ്റ് ബ്രിഡ്ജാണ്. അത് നല്ല ഉറപ്പാണ്. പുതിയ പഴയത് താഴ്പെടുത്ത് പുതിയത് പടം നല്ല ഉറച്ചു നിൽക്കുന്ന പുതിയ ബ്രിഡ്ജാണ്. അതിൻ്റെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആണ്. അതിനൊരു കുഴപ്പവും വരികയെന്നുള്ള ആ ബ്രിഡ്ജിൽ ഉള്ള എൻ്റെ വിശ്വാസം. തെങ്ങും തടിയിൽ എനിക്കൊരു വിശ്വാസവും ഇല്ല. കാരണം തെങ്ങും തടി എപ്പം വേണേലും വെള്ളത്തിൽ ഒഴിയിപ്പോൾ അല്ല ഒടിഞ്ഞു വീഴാം എന്ന് പറഞ്ഞതുപോലെ നമ്മൾ വിശ്വസിക്കുന്നതും ആശ്രയിക്കുന്നതും ഈസ് ഓൾ മൈറ്റി ക്രിയേറ്റർ. അത് പറയുമ്പോൾ തന്നെ എന്തൊരു പവറാണ്. ഈ പ്രപഞ്ചം മുഴുവൻ തൻ്റെ വാക്കുകൊണ്ട് സൃഷ്ടിച്ച് നിലനിർത്തിയിരിക്കുന്ന, സസ്റ്റെയിൻ ചെയ്തിരിക്കുക. അത് സൃഷ്ടിച്ച സമയത്ത് ഒരു വാക്ക് പറഞ്ഞതേ ഉള്ളൂ, സൂര്യനോട് പറഞ്ഞതേ ഉള്ളൂ, നീ ഇത്ര സ്പീഡിൽ ഇത്ര ലൈറ്റും ഹീറ്റും എല്ലാം റേഡിയേറ്റ് ചെയ്തുകൊണ്ട് അങ്ങ് തുടങ്ങിക്കോളം പറയും പരിപാടി. അതിന് ഇന്ന് വരെ ഒരു മാറ്റം വന്നിട്ടില്ല. ഭൂമിയോട് പറഞ്ഞു കറങ്ങി നടന്നോളാം പറഞ്ഞു. സാറ്റലൈറ്റ്സ്, സ്റ്റാർസ്, ഇന്നും ആ വാക്കിൽ അത് ഓടിക്കൊണ്ടിരിക്കുക. അത്ര പവർഫുള്ളാണ് ദൈവത്തിൻ്റെ വാക്ക്. ആ ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം, മനസ്സിലായില്ലേ? ആ ദൈവത്തിലാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്, അതോ നമ്മൾ കേവലം കുറച്ച് ന്യൂസ് അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് അറിവുകളാണ്, അല്ലെങ്കിൽ നമ്മൾ അതിലൊക്കെ എന്താ പറഞ്ഞേ നമുക്ക് കിട്ടുന്ന കുറച്ച് ബോധ്യങ്ങൾ? ഒന്ന് ഉറയ്ക്കുക. ഹീസ് എ ക്രിയേറ്റർ. ഹീസ് നോട്ട് ഓൺലി ദ ക്രിയേറ്റർ, ഈസ് അവർ ലവിങ് ഫാദർ ടു. അപ്പോൾ ഈ വിശ്വാസത്തെ, നമ്മുടെ വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മൾ 2 കാര്യം. ഒന്ന്, ഗോഡ് ഈസ് ലവ്, ഈസ് ഓൾ മൈറ്റി, ഈസ് എ ക്രിയേറ്റർ, ഈസ് അവർ ലവിങ് ഫാദർ. അപ്പോൾ പിശാച് എപ്പോഴും സംശയം കൊണ്ടുവരാനാണ് നോക്കുന്നത് നമ്മുടെ ഉള്ളിൽ. ദൈവം നിന്നെ സ്നേഹിക്കുന്നൊന്നുമില്ല, ദൈവം നിൻ്റെ പ്രാർത്ഥന കേൾക്കത്തില്ല, നിൻ്റെ കാര്യം പോക്കാണ്, നിന്നോട് സംസാരിച്ച ദൈവമൊന്നുമല്ല, നിന്നെ ദൈവം ശിക്ഷിക്കുകയാണ്, അല്ലെങ്കിൽ ദൈവം നിന്നെ എന്നാ പറയുന്നത് ദഹിപ്പിക്കുന്ന അഗ്നിയാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പണ്ട് ഒരു പഴയ സംഭവം ഓർത്താൽ മതി. ഏദൻ തോട്ടത്തിൽ ഹവ്വായോട് പിശാച് ചോദിച്ച ഒരേ ചോദ്യം, വാസ്തവമായിട്ട് ദൈവം അങ്ങനെ പറഞ്ഞു, ഈ വൃക്ഷത്തിലെ ഫലം ഭക്ഷിക്കില്ലെന്ന് ഹവ്വ പറഞ്ഞപ്പം പിശാച് ചോദിക്കുക, വാസ്തവമായിട്ടും ദൈവം അങ്ങനെ പറഞ്ഞോ? ഭക്ഷിച്ചാൽ മരിക്കുകയൊന്നുമില്ല, ദൈവം നിന്നോട് കള്ളം പറഞ്ഞതാണ്, ദൈവം നിന്നെ സ്നേഹിക്കാത്തതുകൊണ്ട് നീ ദൈവത്തെ പോലെ ആകുമെന്ന് പേടിച്ചിട്ട് പറഞ്ഞതാ എന്ന് പറഞ്ഞാൽ ഒരു സംശയം ജനിപ്പിച്ചു.
ദൈവം ജെനുവിനല്ല, ഞാനാ ജെനുവിൻ എന്നുള്ളൊരു സംശയം ജനിപ്പിച്ചു. അവിടെയാണ് ഹൗവയുടെ വിശ്വാസം തകർന്നത്. എന്നാ പറ്റിയെന്ന് വെച്ചാൽ ഹൗവ പിശാചുമായിട്ട് എന്തുവാണ് കൺസൾട്ടിങ് അല്ലെങ്കിൽ ഈ ആലോചന ചോദിച്ചു. അതേസമയം യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ പിശാച് യേശുവിനെ പരീക്ഷിക്കാൻ വന്നപ്പോൾ അവിടെ ചാറ്റിംഗ് ഒന്നും നടന്നു. യേശുക്രിസ്തു വചനത്തിൽ കൂടെ വ്യക്തമായിട്ട് മറുപടി പറഞ്ഞു, പിശാച് വചനം ഇങ്ങനെ പറയുന്നു, നിൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കല്ലെന്ന് പറയുന്നു, നീ എന്നെ വിട്ട് പോകാൻ പറയും. അപ്പോൾ നമുക്ക് പിശാചിനുള്ള ആറ്റിറ്റ്യൂഡാണ്. പിശാച് സംശയം കൊണ്ട് തരുമ്പം അതേ കയറി പിടിക്കില്ല. പിശാച് പലപ്പോഴും എന്നെയും അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. എൻ്റെ മൈൻഡിലോട്ട് ചിലപ്പോൾ വേണ്ടാത്ത ചിന്തകൾ അല്പസമയത്തേക്ക് ഞാൻ അതിനെ റിജക്റ്റ് ചെയ്യും, മറ്റുള്ളവരെ കൂടെ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. അതുകൊണ്ട് അത് കേൾക്കാതെ നമ്മളപ്പം കർത്താവിൽ ഉറച്ചു, കർത്താവിൻ്റെ സ്നേഹത്തെ സംശയിപ്പിക്കുകയാണ് പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രം. വാസ്തവമായിട്ടും കർത്താവ് ഇങ്ങനെ പറഞ്ഞോ, നീ കേട്ടത് ദൈവശബ്ദം തന്നെയാണോ, അല്ലെങ്കിൽ അത് നിനക്ക് തെറ്റിപ്പോയാലോ? കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് തെറ്റിപ്പോൻ അനുവദിക്കുക. നമുക്ക് തെറ്റിയാൽ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറയായിരുന്നു, നമ്മളെ കറക്റ്റ് ചെയ്യാൻ കർത്താവിന് ബാധ്യതയില്ലേ? കർത്താവ് അനുഗ്രഹിക്കട്ടെ.